നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്ലാസ്സസ്. അപ്പോൾ എന്താണ് ക്ലാസ്സസ്? അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്, അതായത് OOPൻ്റെ രണ്ടാമത്തെ ഫാക്ടറാണ് ക്ലാസ്സസ്. ആദ്യത്തെ ഫാക്ടർ നമ്മൾ പറഞ്ഞു ഓബ്ജക്ട്സ്, അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന എല്ലാ സാധനത്തിനെയും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുക. ഏതൊരു സാധനം എടുത്താലും അതിന് എന്തൊക്കെ ഉണ്ടാവും? പ്രോപ്പർട്ടീസും ഉണ്ടാവും, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസും ഉണ്ടാവും, ബിഹേവിയറും ഉണ്ടാവും. അതേപോലെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഏതൊരു ഐറ്റം എടുത്താലും, ഏതൊരു സാധനം എടുത്താലും, ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻ്റ് എടുക്കുന്ന സമയത്ത് ആ സ്റ്റുഡൻറ്റിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്റ്റുഡൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, രജിസ്റ്റർ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫീസ്, ജെൻഡർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അതാണ് സ്റ്റുഡൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യൂ, ഒരു കുട്ടിയുടെ മാർക്ക് എൻ്റർ ചെയ്യൂ. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാം, അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ക്ലാസ് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സെക്കൻഡ് ഇയറിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സ്ട്രക്ചർ പഠിച്ചിരുന്നു അല്ലേ. സ്ട്രക്ചറിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സ്റ്റുഡ്, റോൾ നമ്പർ, റോൾ നമ്പർ, റോൾ നമ്പർ, നെയിം, ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് ഈ രണ്ടാണ് സ്ട്രക്ചറിലെ മെമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഈ മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദീസ് മെമ്പേഴ്സ് ആ പബ്ലിക് എന്നാണ് നമ്മൾ പറയുന്നത്. പബ്ലിക് എന്ന് പറയാൻ കാരണം അവിടെ നമ്മൾ എന്താണ്, ഈ സ്ട്രക്ചറിൻ്റെ എവിടെ വേണമെങ്കിലും റോൾ നമ്പർ, നെയിം നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് പബ്ലിക് എന്ന് പറയുന്നു. അതായത് ഇതിൻ്റെ താഴെ എഴുതുന്ന കോഡിന് മാത്രമോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ എഴുതുന്ന കോഡിനെ ആക്സസ് ചെയ്യാൻ പറ്റായികയോ, അതിൻ്റെ താഴെ എഴുതുന്ന ഏതെങ്കിലും ഫംഗ്ഷന് ഈ റോൾ നമ്പറും നെയിമും എടുക്കാൻ പറ്റായികയോ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും ഈ റോൾ നമ്പറും നെയിമും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ കണ്ടീഷനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ട്രക്ചറിലെ മെമ്പേഴ്സ് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം? വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സ്ട്രക്ചറിലെ മെമ്പേഴ്സ് ആക്സസ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ വേരിയബിളാണ് നമ്മൾ എസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് എസ് ഡോട്ട് റോൾ നമ്പർ, എസ് ഡോട്ട് നെയിം, അങ്ങനെയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തത്? നമ്മൾ സ്ട്രക്ചറിലെ മെമ്പേഴ്സിന് നമ്മൾ ആക്സസ് ചെയ്തത് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ സ്ട്രക്ചറിലെ മെമ്പേഴ്സ് എല്ലാം എന്താണ്? ബൈ ഡീഫോൾട്ട് നമ്മളൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ സ്ട്രക്ചറിലെ മെമ്പേഴ്സൊക്കെ എന്താണ്? പബ്ലിക്കാണ്. പബ്ലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? ആ മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ഈ റോൾ നമ്പറിനെയും നെയിമിനെ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. റോൾ നമ്പറിനെയും നെയിമിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് മാത്രമേ നിർബന്ധമുള്ളൂ? ഒരു വേരിയബിൾ എസ് ഡോട്ട് റോൾ നമ്പർ, എസ് ഡോട്ട് നെയിം, അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, എൻ്റെ റോൾ നമ്പർ, എസ് ഡോട്ട് റോൾ നമ്പർ, എൻ്റെ നെയിം, എസ് ഡോട്ട് നെയിം, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റോൾ നമ്പറും നെയിമും ആക്സസ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് ആര് മാത്രമേ വരുള്ളൂ? ഡാറ്റ മെമ്പേഴ്സ്, വേരിയബിൾസ് മാത്രമേ വരികയുള്ളൂ. അതിനാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വേരിയബിൾസ് മാത്രമേ വരിക എന്ന് മാത്രമല്ല, ഈ വേരിയബിൾസ് എല്ലാം എന്താണ്? പബ്ലിക്കാണ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും ഈ റോൾ നമ്പറും നെയിമും യൂസ് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷനേ ഉള്ളൂ, എന്ത് യൂസ് ചെയ്യണം? ഈ വേരിയബിൾ നെയിം കൊടുക്കണം, എസ് ഡോട്ട് റോൾ നമ്പർ എന്ന് കൊടുക്കണം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ് ക്ലാസസ് എന്ന് പറയുന്നത്. ഈ ക്ലാസസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സ്ട്രക്ചർ പോലെ തന്നെയാണ് ക്ലാസസിൻ്റെ പ്രത്യേകത. എന്താ വെച്ചാൽ, നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തപ്പോൾ എങ്ങനെ കൊടുത്തു? സ്ട്രക്ചർ നെയിം, വേരിയബിൾസ് കൊടുത്തു, കേളി ബ്രാക്കറ്റ് തുറന്നു, ഡാറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് കൊടുത്തു, വേരിയബിൾസ് അവസാനിക്കുന്നിടത്ത് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ ഇട്ടു. അതാണ് നമ്മുടെ സ്ട്രക്ചർ. അതേപോലെ തന്നെയാണ് ക്ലാസസും. ക്ലാസ് നെയിം, ക്ലാസിൻ്റെ പേര്, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ അകത്ത് നമ്മൾ വേരിയബിൾസ് കൊടുത്തു. ഇവിടെ വേരിയബിൾസ് മാത്രമല്ല, ഫങ്ഷൻസും കൂടെ വരും. ക്ലാസിൻ്റെ താരൊക്കെ വരും, ക്ലാസ് നെയിം, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ദെൻ ഡാറ്റ മെമ്പേഴ്സും വരും, മെമ്പർ ഫങ്ഷൻസും വരും. അവസാനിക്കുന്നിടത്ത് കേളി ബ്രാക്കറ്റ് ഇടും, സെമി കോളനിട്ട് അവസാനിപ്പിക്കും. നമ്മുടെ സ്ട്രക്ചറിൻ്റെ അകത്താണെങ്കിൽ സ്ട്രക്ചറിൻ്റെ പേര്, കേളി ബ്രാക്കറ്റിനുള്ളിൽ ഡാറ്റ മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അവസാനിക്കുന്നിടത്ത് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ ഇടുന്നു. അതേസമയം ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസിൻ്റെ പേര്, ഡാറ്റ മെമ്പേഴ്സ്, മെമ്പർ ഫങ്ഷൻസ് നമ്മൾ കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ട് വാക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രൈവറ്റ് നമ്മൾ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകൾ പറയുന്ന പേരാണ് ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറയും. എന്താ അതിനെ പറയുന്നത്? ആക്സസ് സ്പെസിഫയേഴ്സ്. ഈ ആക്സസ് സ്പെസിഫയേഴ്സിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഈ റോൾ നമ്പർ നെയിം ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഗെറ്റ് ഡാറ്റ, പുട്ട് ഡാറ്റ, അതായത് ഈ ക്ലാസ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ അകത്താണ് നമ്മൾ ആര് എഴുതിയിരിക്കുന്നത്? റോൾ നമ്പർ നെയിം എന്ന് പറയുന്ന ഡാറ്റ മെമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്, ഗെറ്റ് ഡാറ്റ, പുട്ട് ഡാറ്റ എന്നുള്ള രണ്ട് ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഈ ഗെറ്റ് ഡാറ്റ, പുട്ട് ഡാറ്റ എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻസിന് മാത്രമേ ആരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഈ റോൾ നമ്പറിനെയും നെയിമിനെയും ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇതെന്തായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്? പ്രൈവറ്റ് ആക്കി കൊടുക്കുകയാണ്. പ്രൈവറ്റ് ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്തുള്ള ആളുകൾക്ക് മാത്രമേ ആരെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ആ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇനി അഥവാ നമ്മൾ പ്രൈവറ്റ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും, ഇവിടെ നമ്മൾ പ്രൈവറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല, എന്നാലും ബൈ ഡീഫോൾട്ട് അവരെന്താണ്, പ്രൈവറ്റ് ആണ്. എന്ന് വെച്ചാൽ റോൾ നമ്പർ നെയിമും അപ്പോഴും എന്താണ്, പ്രൈവറ്റ് ആണ്. ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫംഗ്ഷൻസ്. ഇത് ഫംഗ്ഷൻസ് എന്ന് പറയാൻ കാരണം എന്താണ്, ആ പേര് എഴുതി നമ്മൾ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇട്ടു, അപ്പോൾ എന്താണ് അർത്ഥം, അതൊരു ഫംഗ്ഷൻ ആണെന്ന്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസ് ഗെറ്റ് ഡാറ്റ പുട്ട് ഡാറ്റ എന്ന് പറയുന്നത് ഈ രണ്ട് ഫംഗ്ഷൻസ് മാത്രമേ ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, റോൾ നമ്പർ നെയിമിനും ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് റോൾ നമ്പർ നെയിമിന് അതിൻ്റെ മുകളിൽ ആക്സസ് സ്പെസിഫൈ പ്രൈവറ്റ് എന്നോ പബ്ലിക് എന്നൊന്നുമില്ല. കാരണം എന്താണ്, അത് പബ്ലിക്കാണ്. ത്രൂ ഔട്ട് ദി പ്രോഗ്രാം ആ റോൾ നമ്പറിൻ്റെ നെയിമിനെയും യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം ഇവിടെ എന്ത് പറ്റില്ല, ത്രൂ ഔട്ട് ദി പ്രോഗ്രാം യൂസ് ചെയ്യാൻ പറ്റില്ല. ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫംഗ്ഷൻസിന് ഗെറ്റ് ഡാറ്റ പുട്ട് ഡാറ്റ ഈ രണ്ട് ഫംഗ്ഷൻസിന് മാത്രമേ ആരും ഉപയോഗിക്കാൻ പറ്റുള്ളൂ, റോൾ നമ്പർ നെയിമിനെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ അതിൻ്റെ താഴെ വേറൊരു ഫംഗ്ഷൻ എഴുതിയെന്ന് വിചാരിക്കാം, വോയിഡ് പ്രിൻ്റ് ഡാറ്റ. വോയിഡ് പ്രിൻ്റ് ഡാറ്റ ഇതിൻ്റെ താഴെ നമ്മൾ ഈ ക്ലാസ് എഴുതിയതിൻ്റെ താഴെ മറ്റൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, വോയിഡ് പ്രിൻ്റ് ഡാറ്റ. ഈ വോയിഡ് പ്രിൻ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റോൾ നമ്പർ നെയിമും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് തന്നെയാണ്. നമ്മൾ പ്രൈവറ്റ് എന്ന് കൊടുത്താലും പ്രൈവറ്റ് തന്നെയാണ്. ഇനി നമ്മളൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, പ്രൈവറ്റ് എന്നോ പബ്ലിക് എന്നൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ മെമ്പേഴ്സോ മെമ്പർ ഫംഗ്ഷൻസോ ഒക്കെ എന്ത് തന്നെയാണ്, പ്രൈവറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ റോൾ നമ്പർ നെയിം ആർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റില്ല, ഗെറ്റ് ഡാറ്റ പുട്ട്. അതിൻ്റെ താഴെ എഴുതുന്ന ഒരു ഫംഗ്ഷനും ആരെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, റോൾ നമ്പർ നെയിമിനെയും ആക്സസ് ചെയ്യാൻ പറ്റുകയില്ല. ഇനി അഥവാ നമ്മൾ കഴിവതും നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനുകൾ മറ്റുള്ള ഫംഗ്ഷൻസിന് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾ എന്ത് കൊടുക്കും, മെമ്പർ ഫംഗ്ഷൻസിനെയൊക്കെ നമ്മൾ പബ്ലിക്കായിട്ടാണ് കൊടുക്കാറ്. കാരണം നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളെ മറ്റു ഫംഗ്ഷൻസിന് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പബ്ലിക് എന്ന് കൊടുക്കും. പബ്ലിക് എന്ന് അടുത്ത് എന്താണ്, ഈ ക്ലാസ്സിൻ്റെ ഉള്ളില നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മുടെ ഈ സ്ക്രീനിൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും ആരെ യൂസ് ചെയ്യാം, ഈ ഗെറ്റ് ഡാറ്റ പുട്ട് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻസിനെയോ ഡാറ്റ മെമ്പേഴ്സിനെയോ പബ്ലിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും ആ മെമ്പർ ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ പബ്ലിക് എന്ന് എഴുതി കോളൻ ഇട്ടു, ആക്സസ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കോളൻ ഇടണം കേട്ടോ. പബ്ലിക് എന്ന് എഴുതി കോളൻ ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, റോൾ നമ്പർ നെയിമും പബ്ലിക്കായി. റോൾ നമ്പർ നെയിമും പബ്ലിക് എന്ന് പറഞ്ഞാൽ ആർക്ക് യൂസ് ചെയ്യാം, ഗെറ്റ് ഡാറ്റയ്ക്ക് യൂസ് ചെയ്യാം, പുട്ട് ഡാറ്റയ്ക്ക് യൂസ് ചെയ്യാം, അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന പ്രിൻ്റ് ഡാറ്റയ്ക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഡാറ്റ മെമ്പറോ മെമ്പർ ഫംഗ്ഷനോ പ്രൈവറ്റ് ആണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രമേ അവരെ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ഡാറ്റ മെമ്പറോ മെമ്പർ ഫംഗ്ഷൻസോ പ്രൈവറ്റ് ആണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക് ആണെങ്കിൽ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം എവിടെ വേണമെങ്കിലും ആ ഡാറ്റ മെമ്പറിനെയും മെമ്പർ ഫംഗ്ഷൻസിനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ പഠിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്ട്രക്ചറിൻ്റെ അകത്ത് ആര് മാത്രമേ ഉള്ളൂ, ഡാറ്റ മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ആര് മാത്രമേ ഉള്ളൂ, റോൾ നമ്പർ നെയിമോ മാത്രമേ ഉള്ളൂ. ഡാറ്റ മെമ്പറുകൾ അല്ലെങ്കിൽ വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. അതേസമയം ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് വേരിയബിൾസ് മാത്രമല്ല, ആരും കൂടിയുണ്ട്, മെമ്പർ ഫംഗ്ഷൻസും അല്ലെങ്കിൽ ഫംഗ്ഷൻസും കൂടിയുണ്ട് ഒരു ക്ലാസ്സിൻ്റെ അകത്ത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടാവും, നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് എല്ലാ ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും എന്താണ്, പ്രൈവറ്റ് ആണ് അല്ലേ. നമ്മളിപ്പോൾ സ്പെസിഫൈ ചെയ്തു നമ്മുടെ ഡാറ്റ മെമ്പർ ഫംഗ്ഷൻസും പബ്ലിക്കാണ്. നമ്മൾ ഇവിടെയും പറഞ്ഞിട്ട് മെമ്പർ ഫംഗ്ഷൻസ്, ഇപ്പോൾ ഇതെല്ലാ ഫംഗ്ഷൻസ് മെമ്പർ ഫംഗ്ഷൻസും ഡാറ്റ മെമ്പേഴ്സും ഒക്കെ പബ്ലിക്കാണ്. നമ്മളിവിടെ രണ്ടാമത് പബ്ലിക് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പബ്ലിക് എന്ന് കൊടുത്താൽ അതിൻ്റെ താഴെ എല്ലാം പബ്ലിക് തന്നെയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ആരൊക്കെ വരും, ആക്സസ് സ്പെസിഫയർ വരും, ഡാറ്റ മെമ്പേഴ്സ് വരും, മെമ്പർ ഫംഗ്ഷൻസ് വരും. സോ എ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ഓൺലി ഡാറ്റ മെമ്പേഴ്സ് ആണെങ്കിൽ എ ക്ലാസ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻസ്. ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് ഡാറ്റ മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. അതേസമയം ഒരു ക്ലാസ്സിൽ ആരൊക്കെ വരും, ഡാറ്റ മെമ്പേഴ്സും വരും, മെമ്പർ ഫംഗ്ഷൻസും വരും, അതിൻ്റെ കൂടെ ഒരാളും കൂടെ വരും, ആക്സസ് സ്പെസിഫയർ. 3 തരത്തിലുള്ള ആക്സസ് സ്പെസിഫയർ ആണുള്ളത്. പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഉണ്ട്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് അവിടെ ഇരിക്കട്ടെ, പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡാറ്റ മെമ്പറെയോ മെമ്പർ ഫംഗ്ഷൻസിനെയോ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡാറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ അവയെ ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ മാത്രമല്ല അതിൻ്റെ താഴെയുള്ള ഏത് മെമ്പർ ഫംഗ്ഷൻസാണ് അല്ലെങ്കിൽ ആ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം ആർക്ക് വേണമെങ്കിലും അതിനെ യൂസ് ചെയ്യാം. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ സിൻറ്റാക്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ക്ലാസ് നെയിം നമ്മൾ ക്ലാസ് സ്റ്റുഡൻ്റ് എന്ന് കൊടുത്ത പോലെ ക്ലാസ് നെയിം കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ആക്സസ് സ്പെസിഫയർ ഇവിടെ നമ്മൾ കൊടുത്തത് പബ്ലിക്. നമ്മളൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പ്രൈവറ്റ്. ആ ക്ലാസ്സിനുള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ ഡാറ്റ മെമ്പേഴ്സ്, അതായത് നമ്മുടെ വേരിയബിൾസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡാറ്റ മെമ്പേഴ്സ്. ഇൻഡ് റോൾ നമ്പർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ല, അതിനെയാണ് നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെമ്പർ ഫംഗ്ഷൻസ്, ഒരു പേര് എഴുതി ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇടാൻ മെമ്പർ ഫംഗ്ഷൻസ് ആണെന്ന് പറയുന്നു. പിന്നെ അടുത്ത ആക്സസ്, ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമുക്ക് എത്ര ആക്സസ് സ്പെസിഫൈസ് വേണമെങ്കിലും കൊടുക്കാം. ഇനി ഇവിടുത്തെ നമ്മൾ കൊടുത്തത് പ്രൈവറ്റ് ആണെന്ന് വിചാരിക്കുക. ഇനി അടുത്ത് കൊടുക്കുന്ന ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും ഒക്കെ പബ്ലിക് ആവണമെങ്കിൽ
പബ്ലിക് കോളനിടാം. അതിനുശേഷം അതിൻ്റെ ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും കൊടുക്കുന്നു. ഇനി അടുത്തതിനെ നമുക്ക് പിന്നെയും പ്രൈവറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കോളം കൊടുക്കുക, അതിൻ്റെ ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും എഴുതുന്നു. അതിനുശേഷം കേർലി ബ്രാക്കറ്റ് അവസാനിപ്പിച്ചു സെമി കോളൻ. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരാം? പ്രൈവറ്റ് വരാം, പ്രൊട്ടക്റ്റഡ് വരാം, പബ്ലിക് വരാം, 3 ആക്സസ് സ്പെസിഫയേഴ്സും വരാം, 3 തരത്തിലുള്ള ഡാറ്റ മെമ്പേഴ്സ് വരാം, 3 തരത്തിലുള്ള മെമ്പർ ഫംഗ്ഷൻസും വരാം. അപ്പോൾ ഒരു ക്ലാസ്സിൽ എന്തുണ്ടാവും ചോദിച്ചാൽ ഒരു ക്ലാസ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻസ്. ഡാറ്റ മെമ്പേഴ്സും ഉണ്ടാവും, മെമ്പർ ഫംഗ്ഷൻസും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഉപയോഗിക്കുന്നുള്ള ഒരു ഡ്രോബാക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു സാധാരണ പ്രോഗ്രാം, ഒരു പ്രോഗ്രാം, അതായത് സ്ട്രക്ചറും ക്ലാസ്സും വന്ന സാധാ പ്രോഗ്രാം, ഇൻ്റെ റോൾ നമ്പർ, ക്യാർ നെയിം, ഇൻ്റെ രജിസ്റ്റർ നമ്പർ, ക്യാർ ടി നെയിം, നമ്മൾ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും റോൾ നമ്പറും ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുന്നൊരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കാം. നമ്മൾ സ്കൂളിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ്. ആ സോഫ്റ്റ്വെയറിൽ കുട്ടികളുടെ ഡീറ്റെയിൽസും വേണം, ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസും വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റെ റോൾ നമ്പർ, ക്യാർ നെയിം കുട്ടിയുടെ നെയിമാണ്, ഇൻ്റെ രജിസ്റ്റർ നമ്പർ, ക്യാർ ടി നെയിം ടീച്ചേഴ്സിൻ്റെ നെയിമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? ഇതെങ്ങനെ ഒരു ഔട്ട്പുട്ട്, എൻ്റെ റോൾ നമ്പർ എന്ന് വന്നു 3, എൻ്റെ നെയിം കുട്ടിയുടെ നെയിമാണ്, നമ്മൾ എൻ്റർ ചെയ്തു ബിന്ദു, റോൾ നമ്പർ ഇസ് 3, ബിന്ദു, നെയിം ഇസ് ബിന്ദു. ദെൻ നമ്മുടെ ടീച്ചറുടെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്, എൻ്റെ രജിസ്റ്റർ നമ്പർ, ടീച്ചറുടെ രജിസ്റ്റർ നമ്പർ എടുത്തു, ടീച്ചറിൻ്റെ നെയിം മീന. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? ടീച്ചേഴ്സ് രജിസ്റ്റർ നമ്പർ 78, ടീച്ചേഴ്സ് നെയിം ഇസ് മീന. ശരിക്കും ഇതിൽ എന്തില്ല? ഒരു സെപ്പറേഷൻ ഇല്ല. ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു. രണ്ടിനുള്ള ഒരു നമുക്കിപ്പോൾ സ്കൂളിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ആ സോഫ്റ്റ്വെയർ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു സോഫ്റ്റ്വെയർ, ഓഫീസിന് വേണ്ടി മാത്രം ഒരു സോഫ്റ്റ്വെയർ, ടീച്ചേഴ്സിന് വേണ്ടി മാത്രം ഒരു സോഫ്റ്റ്വെയർ, സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് പകരം ഒരു സിംഗിൾ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചറിൻ്റെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യണം, കുട്ടിയുടെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യണം, അതേപോലെ തന്നെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, സ്കൂളിൽ നടക്കുന്ന ഡാറ്റ കാൽക്കുലേഷൻസ്, ഡാറ്റ എൻട്രി ഒക്കെ അതിൽ കൂടെ തന്നെ നടത്തുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ എന്താണ്? കുട്ടിയുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നു, കുട്ടിയുടെ പേര് എൻ്റർ ചെയ്തു, ഓട്ടോമാറ്റിക്കലി ടീച്ചറിൻ്റെ പേര് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ. അപ്പോൾ സാധാരണ ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അതാണ് നമ്മുടെ OOPൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സാധാരണ ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അവിടെ എന്തില്ല? സെപ്പറേഷൻ ഇല്ല. കുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ടീച്ചറുടെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. അതേസമയം ഇതേ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്ലാസ് വെച്ച് എഴുതുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ക്ലാസ് വെച്ച് എഴുതുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതേ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു? ക്ലാസ് വെച്ച് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ക്ലാസ് വെച്ച് എഴുതുന്ന സമയത്ത് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, ക്ലാസ് അപ്പോൾ ഇതാണ് നമ്മൾ ക്ലാസ്സിൻ്റെ ഒരു പ്രോഗ്രാം പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ക്ലാസ് അല്ലാത്തൊരു പ്രോഗ്രാം, നമ്മൾ ക്ലാസ്സിൻ്റെ ഒരു പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പ്രോഗ്രാം നോക്കാം. എഴുതി വെച്ചൊരു പ്രോഗ്രാം കാണാനില്ല. അപ്പോൾ ക്ലാസ്സിൻ്റെ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എന്തായിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡാറ്റ മെമ്പേഴ്സിനെ, മെമ്പർ ഫംഗ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പൈൻ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് എന്തുമാത്രം എൻ്റർ ചെയ്താൽ മതി? ടീച്ചറുടെ ഡീറ്റെയിൽസ് മാത്രം ചെയ്താൽ മതി. കുട്ടികളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോഗ്രാംസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാമിൽ ക്ലാസ് അല്ലാത്തൊരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് കുട്ടികളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്ത് കുട്ടിയുടെ പേരിൻ്റെ കൂടെ തന്നെ എന്ത് വരികയാണ്? ടീച്ചറിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടിയുടെ ഡീറ്റെയിൽസ്, കുട്ടിയുടെ ഫംഗ്ഷൻസ്, അതിൻ്റെ താഴെ ടീച്ചറിൻ്റെ ഡീറ്റെയിൽസ്, ടീച്ചറിൻ്റെ രജിസ്റ്റർ നമ്പർ, ടീച്ചർ നെയിം, അത് വേറെ ക്ലാസ് ആയിട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ടീച്ചറുടെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യേണ്ടവർക്ക് ടീച്ചർ ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാം. കുട്ടികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ടീച്ചർ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമ്മളിവിടെ ഒരു ആക്സസ് സ്പെസിഫയർ പ്രൈവറ്റ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഡാറ്റാ മെമ്പറിനെയോ മെമ്പർ ഫംഗ്ഷൻസിനെയോ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ക്ലാസ്സിന് പുറത്തുള്ള ആർക്കും ആരുടെ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു റോൾ നമ്പറും നെയിമും പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ക്ലാസ്സിലുള്ള മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ അവയെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ്സിന് പുറത്തുള്ള ഒരു ഡാറ്റാ മെമ്പർ ഫംഗ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല.